ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പ്രതിക്കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വ്ളോഗാണെന്നോ ഒരു ഡേ ഇൻ മൈ ലൈഫാണെന്നോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഒരു വ്ളോഗാണ് ചെയ്യണത്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനും പ്രതും കൂടിയിട്ടാണ് അമ്പലത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് യൂണിഫോമിലൊക്കെ പ്രതുവിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ അമ്പലത്തിൽ പോയി. അപ്പോൾ 2 അമ്പലം നമ്മളുടെ ഇവിടെ അടുത്തുണ്ട് എന്നുള്ളത് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. 2 അമ്പലങ്ങൾ തൊട്ടടുത്താണ്. ഒരു അയ്യപ്പ ക്ഷേത്രം, ഇത് അയ്യപ്പ ക്ഷേത്രമാണ്. ഈ തൊട്ടടുത്ത് തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രം. അപ്പോൾ ഇത് നമ്മളുടെ ഒരുവിധം ഉള്ള വ്ളോഗ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ 2 അമ്പലത്തിലും പോയി തൊഴുതു. നനയ്ക്കണം. എവിടെ മല്ലിക? അതാ ഉണ്ടായിരുന്നു. അയ്യോ, എന്താ രസം ബാക്കുന്നത് കാണുമ്പോൾ. കുളം ഒന്നിങ്ങോട്ട് തിരിഞ്ഞേ. എനിക്ക് ഇറങ്ങാൻ നിർത്തില്ല അല്ലേ, കുളത്തിൽ വെള്ളമില്ല, താഴെ വെള്ളം നിൽക്കണേ. ഷോ അല്ലേ പ്രതുവാ? ഇവിടെ മുകളിൽ അത് വെള്ളമില്ലാണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ കെട്ടിക്കിടന്നിട്ട് അഴുക്ക് പിടിച്ച പോലെ കുളിക്കാൻ നന്നല്ലാത്ത വെള്ളം. അപ്പോൾ അതിന് ആഴില്ല, നല്ല ഇപ്പം ആഴുണ്ട്. ഇനിയുണ്ട്, കുറച്ചും കൂടി ഉണ്ട് താഴേക്ക്. ഇത് സാധാരണ ഇവിടേക്കല്ലേ നിൽക്കാറ്. കയ്യല്ലേ തൊട്ടോളൂ. എടുത്ത് തൊട്ട ഭസ്മല്ലേ. ഇവിടെ നോക്കിയേ, എന്തൊക്കെയാ ഇന്നത്തെ പരിപാടി? ഡാൻസ് ക്ലാസ്സിൽ സ്കൂളിലും പോകണം, പക്ഷെ ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അമ്മ പോവും അല്ലേ. ബിസി പിറന്നാൾ. ഇന്നൊരു ബിസി ഡേ ആണ് കേട്ടോ. ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, ഗിറ്റാർ, കീബോർഡ്, അങ്ങനെ എല്ലാ ക്ലാസ്സുകളും ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇടയിൽ ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പിറന്നാളും ആഘോഷിക്കണം. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ വന്നിട്ട് തൊഴുതു. അപ്പോൾ അമ്മ അവിടെ അങ്ങനെ എന്താ പറയുക, താമര ഉണ്ടാക്കിയിട്ടുള്ളതും മല്ലിക ഉണ്ടാക്കിയിട്ടുള്ള അമ്പലത്തിലും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചില കമൻസ് കാണാം, കുട്ടികളെ കൊണ്ട് ചുരിദാർ ഇടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ചുരിദാർ ഇടുന്നതൊക്കെ കുട്ടികളുടെ ഇഷ്ടമാണ്, അതൊന്നും ഒന്നല്ല. പക്ഷേ ഇതെന്ന് പറയണത് എന്തായാലും യൂണിഫോമാണ്, ഡാൻസിൻ്റെ യൂണിഫോമാണ് കേട്ടോ. അതുകൊണ്ട് ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ച ഡ്രസ്സ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കാരണം യൂണിഫോം ഇട്ടിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അവർ അത് തന്നെ ഇടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ പോയിട്ടാരാ ഓക്കെ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ക്ലാസ്സിന് ഞാൻ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുവിട്ടിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ പ്രതുവിനെയും കൊണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് വേണം പാറുവിനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് വരാം. I'm being protected by you. Yeah, protected by me. My take on that thing is that ഭയങ്കര ഇഷ്ടമാണ്. It's like a very scary kind of. It's a deadly kind of. എല്ലാവർക്കും കൊടുക്കും, കുട്ടികൾക്കൊക്കെ കൊടുക്കും. അവിടെ കൊടുത്തിട്ട് വാ.
എല്ലാ കുട്ടികളും ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും അല്ലേ ബർത്ത്ഡേൻ്റെ ദിവസം സ്കൂളിൽ പോകുന്നത്. കാരണം കളർ ഡ്രസ്സ് ഇടാം, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട്. പക്ഷേ ഇവരെ സ്കൂളിൽ ഇപ്പം ചോക്ലേറ്റ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ആ ദിവസം ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ സ്കൂളിലേക്ക്. അങ്ങനെയാണ് എന്താ പറയുക ഉള്ളത്. പക്ഷേ പ്രതുവിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല. കാരണം ഈ മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഒക്കെ സമയത്താണ് ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് സ്കൂളിലുള്ള സമയത്തേ ആവാറില്ല ബർത്ത്ഡേ. അപ്പോൾ എന്തായാലും ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ് കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവർക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാറുവിനും പ്രതുവിനും രാവിലെ തൊട്ട് ഉച്ചവരെ അവിടെ ക്ലാസ്സുള്ള കാരണം കൊണ്ട് തന്നെ അവർ ബിസിയാണ്. അപ്പോൾ എനിക്കാണെച്ചെങ്കിൽ പിന്നെ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അവരെന്നെ അവിടെ വിട്ടിട്ട് പിന്നെ സ്കൂളിലേക്ക് പോയിട്ടോ. സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ PTA മെമ്പറാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു പരുവായിട്ടോ. ഈ ചൂടത്തുള്ള യാത്രകളെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞങ്ങളെല്ലാവരും 1 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് കേട്ടോ. അപ്പോഴേക്കും അമ്മ വീട്ടിലൊരു കുഞ്ഞ് സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിറന്നാളിന് ഇങ്ങനെ സദ്യ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, കാരണം അന്ന് ഏകാദശിയും കൂടിയാണ്. അപ്പോൾ അച്ഛനും അമ്മമ്മയൊന്നും അത് കഴിക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ മാത്രം സദ്യയൊക്കെ കഴിച്ചു. അമ്മമ്മ കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കുട്ടിക്ക്. എന്താ ചെയ്യാ, കഴിക്കല്ല. യെസ്, എല്ലാതൊന്നും ഇങ്ങനെ എടുക്കൂ. എല്ലാതൊന്നും കുറേശ്ശെ നമുക്ക് 2 മാസം കൂടി ഇനി സമയമുണ്ട്. പ്രതു ചെയ്യേ, എല്ലാത്തിനും കുറച്ച് ഒരു ഉരുളെടുത്തിട്ട് എല്ലാത്തിനും കുറേശ്ശെ എടുത്തിട്ട് എല്ലാത്തിനും ഒന്ന് പൊട്ടിച്ചെടുക്കുക. കുറച്ച് എല്ലാത്തിനും കൂടെ ഒരു ഉരുള വെക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് പൊട്ടിച്ചിട്ട് കിട്ടണില്ലേ, ഒരു ഉരുള എല്ലാതും കൂടെ ചേർത്ത്. ചോറിൻ്റെയും ഒരു ഉരുള എടുക്കൂ. എന്നിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ട് എല്ലാം വെച്ചു. വെള്ളം ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ 3 വട്ടം ചെയ്യൂ. കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇനി കഴിച്ചോളൂ. കഴിച്ച പാറു. പ്രതു ശകരൊന്ന് കഴിക്കുവോ? പായസം ഉണ്ട്. എന്നൊരു ശകരം പായസം ഒന്നങ്ങടെ തൊട്ടോട്. ഓ മാൻ. ഓക്കെ, അതൊന്നും കുറച്ചെടുത്തിട്ട് അവിടെ വെക്കേ സൈഡിൽ. ഒരു ശകരം എടുത്ത് അവിടെ സൈഡിൽ വെക്കാനാ പറഞ്ഞ്. ഇനി ജസ്റ്റ് ഒന്ന് വായിലേക്ക് ഭക്ഷണം കഴിക്കണ പോലെ. എന്നിട്ട് ആ പാറ ഒന്ന് കഴിച്ചു തുടങ്ങിക്കോട്ടെ. ഇത് എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന തന്നെ ആവുമല്ലോ അല്ലേ. നമ്മൾ പിറന്നാൾ അങ്ങനെ വിശേഷ ദിവസങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഇങ്ങനെ വിളക്കത്ത് ഇങ്ങനെ ഇല ഇട്ടിട്ട് വിളമ്പാറുള്ള കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇത്ര പേരെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു കുഞ്ഞ് പിറന്നാൾ സദ്യയൊക്കെ കഴിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ, ഞങ്ങൾക്ക് 3 ആൾക്കും മാത്രമാണ് സദ്യ. ബാക്കി അച്ഛനും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഏകാദശിയായിട്ട് ഗോതമ്പ കഞ്ഞി അവരങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. പ്രതുവിന് വലിയ കാര്യമായിട്ട് സദ്യ വേണം എന്നൊക്കെ അങ്ങനെ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു കേട്ടോ. പക്ഷേ സദ്യ കഴിക്കേണ്ട നേരമായപ്പോൾ അതിൽ നിന്ന് പകുതി പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഒന്നും കഴിക്കാൻ തന്നെ തോന്നില്ല. തീരെ വിശപ്പുണ്ടാവില്ല. എല്ലാവരും
എല്ലാവരും നിറയെ ഇങ്ങനെ വെള്ളം കുടിച്ച് നിറച്ചിട്ട്, പ്രത്യേകിച്ച് അവർ ക്ലാസ്സിന് പോയും കൂടെ വന്നതല്ലേ, അപ്പോൾ നിറയെ വെള്ളം കുടിച്ചിരുന്ന കാരണം കൊണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പൊന്നും സത്യം പറഞ്ഞാൽ ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും കേട്ടോ. പ്രതുവിൻ്റെ പായസം കുടിക്കൽ കഴിഞ്ഞോ? എങ്ങനെയുണ്ട് പായസം? ആണോ? ഓയ് സൂപ്പർ. സദ്യ എങ്ങനെയുണ്ട്? പ്രതുവിന് സദ്യ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരാൾ ആസ്വദിക്കണോക്ക്. മുത്തശ്ശിക്കും അമ്മമ്മയ്ക്കും അമ്മാച്ചനും ഇപ്പൊ കഴിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. ഏകാശി പാലട. അപ്പൊ സാരല്ല, നമ്മൾ ആസ്വദിക്കാം. നാളെ നിങ്ങൾ കഴിച്ചോളൂ എന്നിട്ടല്ലേ. പാറുവിന് ഫ്രിഡ്ജിൽ വെച്ചത് നാളെ കഴിക്കും. സൂപ്പറാ. 2 ഗ്ലാസ് കഴിച്ചു പ്രതു. പിറന്നാൾ കുട്ടിയുടെ ഭക്ഷണം കഴിച്ചതല്ല, വാഴയുടെ നായ്ക്കൾ കടിക്കാൻ പാടില്ല. അപ്പോൾ വാഴയുടെ വാഴകളൊക്കെ പന്നി തിന്ന് ബാക്കിയില്ലാണ്ടേ തീർന്ന്. കുറച്ച് വാഴയുള്ളൂ ഇനി. അങ്ങനെ വെക്കണം എന്നാണ് പറയാ. നായ നക്കരുത്, അതാണ്. അമ്മ ശ്രദ്ധിച്ചിട്ട്. പിറന്നാളിന് പായസം മസ്റ്റാണല്ലോ അല്ലേ. നല്ല സൂപ്പർ പാലട പായസമായിരുന്നു അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം പാറുവിനും പ്രതുവിനൊക്കെ പാലട വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല സൂപ്പർ പായസമായിരുന്നു. கொஞ்சம் காதல் வளர வைக்கும் வளர நான் வந்தா தேடியே ನನ್ನ நேரம் இருக்குதம்மா கூட்டி வச்சது வந்தடைச்சிட்டமா கச்சி சேர நிக்குது നടക്കിതമാ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇപ്പോഴാണ് ഒന്നിരിക്കണല്ലേ. ബിസി സം ടെക്നിക്കൽ ഇഷ്യൂസ്. പായസം കുടിക്കാൻ തോന്നുന്നു. തരുമ്പോ മര്യാദയ്ക്ക് കഴിക്കണം. ഞാൻ ഒരു ഗ്ലാസ് ഫുൾ കുടിച്ചു. അതിനൊക്കെ പ്രതികുട്ടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ശരിക്കൊരു കാര്യം പറയട്ടോ. അല്ല, എനിക്ക് ശരിക്കും ഞാനിങ്ങനെ പറയണം വെച്ചിട്ടിരിക്കുന്നു. എന്താ കാര്യം അറിയോ? നമുക്ക് എല്ലാവർക്കും അസുഖമെന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ അന്ന് ഇട്ടില്ലേ. അതിനുശേഷം വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താ അറിയോ? അപ്പം എന്നെ ആൾക്കാരെങ്കിലും പുറത്തുനിന്ന് കാണുകയാണെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിലും എല്ലാവരും ചോദിക്കും, എന്ത് പറ്റി, ഇപ്പോഴും അസുഖം മാറിയിട്ടില്ലേ, വയ്യായിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാര്യം എന്താന്ന് കേൾക്കണോ? ഇന്നെ ഒന്നിനും സമ്മതിക്കണില്ലേ 2 മക്കള്. കാരണം എന്താ അറിയോ? അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സ്കൂള് പൂട്ടി കഴിഞ്ഞപ്പോ കാരണം ഞങ്ങക്ക് 2 ലൈറ്റ് അടുത്തിരുന്നിട്ട് ഒരു കളറ് ഗ്രീൻ സ്ക്രീൻ ഒന്നല്ല, ഞാൻ അവിടെ ഉള്ളതാ. അത് നിങ്ങൾ 2 പേരും ഒരു ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഓക്കെ, ഞാൻ കാര്യം പറയട്ടെ. ഇന്നെ രാവിലെ ഞങ്ങൾ എണീക്കാറില്ല. ഇപ്പൊ കുറെ ലേറ്റ് ആയിട്ടാണല്ലോ എണീക്കുക. അല്ല, അതല്ല, കുറെ ലേറ്റ് ആയിട്ടല്ലേ എണീക്കുക. എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നെ ഒന്നിനും ചെയ്യാൻ സമ്മതിക്കില്ല. അമ്മ ഞങ്ങളുടെ കൂടെ ഇരിക്കും, അമ്മ ഞങ്ങളുടെ അവിടെ വർത്താനം പറയാമ്മ എന്നിട്ട് ഇങ്ങനെ എന്നെ പിടിച്ചോണ്ടിരിക്കും ഒരു വീഡിയോ. അപ്പൊ ഞാൻ പറയാം, വീഡിയോ എടുക്കട്ടെ പറഞ്ഞു. വീഡിയോ ഒന്നും വേണ്ട, ഇതന്നെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാ അല്ലേ. അതിന് ഞാനെന്താ ഇവിടുന്ന് വന്ന വരിങ്ങൾ എന്താളും കൂടി ഇരുന്ന് സംസാരിക്കും. അതാണ് സംഭവം. ആക്ച്വലി ചുമയൊക്കെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കടോ. ചുമയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ചുമ ഇനി മാറാനൊക്കെ ബാക്കിയുണ്ട്. പക്ഷെ വീഡിയോ ഇടാത്തതിൻ്റെ സംഭവം ഇതാണ്. എന്നെ സമ്മതിക്കാനായിട്ടാണ്, വേറെ ഒന്നുമല്ല. എനിക്കൊരു സമാധാനം സുഖവും തരുന്നില്ല. അല്ല, അങ്ങനെ ഇല്ല കേട്ടോ. ഏത് നേരത്തും ഇങ്ങനെ ഇനി ഇതാക്കി ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ എന്തായാലും പ്രതുവിൻ്റെ ബർത്ത്ഡേ ആണ്. കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ടല്ലേ. അപ്പോൾ ഒരു ഓടി കളിച്ചും കൊണ്ടൊരു ഡേ ഇൻ മൈ ലൈഫ്
അല്ലേ? പാറുവിന്റെ എക്സാം കഴിഞ്ഞിട്ട് നിന്നെ പിടിച്ചിരുത്തി നിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്നൊക്കെ പറയണത് തന്നെ ഇതുവരെ എനിക്ക് വീഡിയോന്റെ മുമ്പിൽ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് പറയാനൊന്നുമില്ല. അല്ല, എന്നാലും എല്ലാരും ചോദിച്ചു പാറുവിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, റിസൾട്ട് ഏതാണ്ട് വരാറായി ഇപ്പോഴാണ്. ആക്ച്വലി പാറു ഇതൊക്കെ മറന്നു അല്ലേ? റിസൾട്ട് തലേ ദിവസം റിസൾട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. സഹിതേട്ടൻ ഇവിടെ ഇല്ലാത്താണ് ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത മാസമൊക്കെ ശരിയാവും അല്ലേ? നമ്മളുടെ ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മള് അടുത്ത മാസമൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. പതുക്കെ പോയത് ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്യാണ് അല്ലേ? ഇത്രയും ദിവസം ഓടി കളിച്ചതിന്റെ ഒക്കെ എൻജോയ്മെന്റ് ആണ് ഇപ്പൊ. അപ്പൊ അതൊക്കെ തന്നെ. പ്രതുവിന് അത് പറയട്ടെ, പിറന്നാളായിട്ട് എന്താ ഈ ഡ്രസ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിറന്നാളിന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മാച്ചനും അമ്മയും അല്ല മുത്തശ്ശിയും അല്ലേ, എല്ലാവരും പപ്പ ഒക്കെ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പയാണ് ബുക്ക് അയച്ചത്. പക്ഷേ ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പം അത് കാരണം കൊണ്ട് പിന്നെ രാവിലെ പിന്നെ അത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അത് കാരണം കൊണ്ടാണ് ഈ ഡ്രസ്സിൽ തന്നെ ഇന്ന് കാണുന്നത് അല്ലേ? അല്ലേ? ഇപ്പോൾ അങ്ങനെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ബിസി ആണെങ്കിലും അതില്ലാത്ത ദിവസങ്ങളിൽ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഈ ചൂട് കാരണം നമ്മൾക്ക് പുറത്തിറങ്ങാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയും കൂടെയാണ്. അപ്പോൾ കുട്ടികൾ കൂടെ ഇരിക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ഇരുന്നും അവരുടെ കൂടെ സംസാരിച്ചും ഇപ്പോഴത്തെ ഒരു മെയിൻ പണി എന്ന് പറയുന്നത് അതാണ്. ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കും നമ്മൾ. अयोध्यापति रामचंद्र की जय, श्यामल रामचंद्र की जय. रघुवन तेरे राह निहारे, रघुवन तेरे राह निहारे, सातों जन्म से सिया, घर मोरे परदेसिया, आओ पधारो पिया, घर मोरे परदेसिया, आओ पधारो पिया. കേക്ക് കേക്ക് കട്ടിയാ? യെസ്, കേക്ക് കിട്ടി. വരൂ കമാൺ എല്ലാരും വരൂ. എന്തേ? നോക്കട്ടെ, തുറക്കൂ. ഇത് വളാഞ്ചേരിന്ന് നോക്കട്ടെ. സൂപ്പർ കിടു. നോക്കട്ടെ, ആ പ്രതുവിന്റെ എക്സ്പ്രഷൻ കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടോ? ആഹാ, ഇത് നിങ്ങളുടെ ഡ്രസ്സ് കണ്ടറിഞ്ഞ് വന്ന പോലെ ഉണ്ടല്ലോ. വിഷു ഒക്കെ പ്രമാണിച്ചിട്ടാ തോന്നിട്ട് നല്ല മഞ്ഞ കേക്ക് അല്ലേ? അപ്പൊ പ്രതുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, ദെൻ കട്ട് ചെയ്യൂ. എല്ലാരും അടുത്തേക്ക് വരൂ. പാറു ബോധം പോയി. ഓക്കെ, കമോൺ, അടുത്തേക്ക് വരൂ. അമ്മമ്മേ അടുത്തേക്ക്. അച്ഛാ, അമ്മ. ആകെ ഒരു മഞ്ഞ. ശരിയാ, ഞാനും കൂടി അവിടെ നിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി എല്ലാരും അതിനെടുത്തിട്ട് കൊടുത്തോളെ.
ഞങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കി ആർക്കും എല്ലാവർക്കും കാണാനേ പറ്റുള്ളൂ. അവനെ ഇങ്ങനെ നേരെ സെന്റർ മുറിച്ച് ഹാഫ് ഫ്രിഡ്ജ് കൊണ്ടേക്കുക. ഞാനും അതെ, അതുകൊണ്ട് അങ്ങനെ. ഓക്കെ, ചോക്ലേറ്റ് പീസൊക്കെ പോയില്ലേ? ആ, അപ്പം ഇപ്പോൾ ഇന്ന് നമുക്ക് മാത്രമേ വേണ്ടൂ, കാരണം ഇന്ന് ഏകാദശിയാണ്, ബാക്കി ആർക്കും കഴിക്കാൻ പറ്റില്ല. വലിയ പീസ് എടുത്തിട്ട് സ്വയം കഴിക്കുന്നു. പാറുവോ? ആ, അമ്മ കഴിക്കാം. ഹാപ്പി നമ്മുടെ മഞ്ഞക്കുട്ടികൾ. ഓ മൈ ഗോഡ്, ഇതിൽ സന്തോഷം വന്ന എന്താ വേണ്ട. എത്ര കേക്ക് കഴിച്ചാലും മതിയാവാത്ത രണ്ട് മക്കളാണേ. ടേസ്റ്റ് ഉണ്ടാ? അടിപൊളിയാ? മുത്തശ്ശിക്ക് നാളെ കഴിക്കാം, ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. മുത്തശ്ശിക്ക് ഒരെണ്ണം താല്പര്യം, എന്നാലും അങ്ങനെയല്ലല്ലോ. എങ്ങനെയുണ്ട് പ്രതു? ഇഷ്ടപ്പെട്ടാ? സൂപ്പറാ? പാറുത മെല്ലെ തീർത്തോണ്ട് പോണു പ്രതു. ശരി, അയ്യോ എടാ കഴിച്ചാ അത് പൂരിക്ക് വീഴും. പക്ഷെ എനിക്കത് ഇഷ്ടല്ല കേട്ടോ, അതിന് നല്ല ഒരു മധുരം. യെസ്, അത് എനിക്കാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കാം. എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിച്ചോളാം പറയും പാറു. പാറൊക്കെ ആദ്യമേ കഴിച്ചു, ആരെയും ഓർത്തില്ല. തട്ടി താഴ്ത്തിട്ടുണ്ടാക്കോ? ഇല്ല. ആരോടാ ചോദിക്കണേ? പാറുവിന്റെ കയ്യിൽ നിന്ന് കാണിച്ച്. ആ കേക്കിന്റെ പകുതി കയ്യിലുണ്ട്. ഇത് എത്രാമത്തെ പൈസ? രണ്ടാമത്തെ ആയിട്ടുള്ളൂ. ഭാഗ്യം. കേക്ക് ബാക്കി അതിപ്പോ തീരും. കൊടുക്കാണ്ട് കഴിക്കാൻ പാടില്ലല്ലോ, പാവല വെച്ചിട്ട് അര കേക്ക് എങ്കിലും. ആ സന്തോഷത്തിന്റെ അല്ല, സന്തോഷല്ല, മുഖത്തൊക്കെ കേക്കാണ്. ആരുടെ പിറന്നാളെന്ന് ഞാൻ ആലോചിക്കും. സന്തോഷം സംതൃപ്തിയൊക്കെ നിറഞ്ഞിട്ട് ആ മുഖം ഒന്ന് കാണട്ടെ. അതാണ് ആസ്വദിച്ച് കഴിക്കണേ കണ്ടാൽ തന്നെ ഉണ്ടല്ലോ. പാറുവിന് എന്താണ് തോന്നുന്നത്? നേരത്തെ പറഞ്ഞ ഡയലോഗ് ഒന്ന് പറയൂ. നാവിനും വയറിനൊക്കെ നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട്. സന്തോഷമായില്ലേ? അത് മതി, അത് കേട്ടാ മതി. എടുത്തോ? എന്താണ് ഇത്രയുള്ള സന്തോഷം? ഞാൻ വിചാരിച്ചെന്ന് തുള്ളിച്ചാടുന്നു. ഞാനൊന്നും പറയില്ല, കാരണം പ്രദൂന് വാങ്ങിയ ബുക്ക് എനിക്ക് വായിക്കാനുള്ളതാണ്. അമ്മ ഇത് വാങ്ങില്ല എന്ന് പറഞ്ഞോ? അമ്മ അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് അമ്മ എന്ത് സാധനം എന്നിട്ട് വാങ്ങിച്ചു തരാത്തുള്ള? അത് തുറക്കാൻ സഹായിക്കടോ. അവളെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് ഈ സന്തോഷം. പ്രദു കുറേ ദിവസമായിട്ട് പറയണ കാര്യമാണല്ലോ. എന്താണ് സാധനം? ഇനി എന്താ സാധനം എന്താ ആണ്? രാമചന്ദ്ര സീരീസ്. പ്രദു ഇനി ഫുൾ രാമായണൊക്കെ പഠിച്ച് അല്ലേ? പിന്നെ എന്താണ് രാമനും സീതി രാവണനൊക്കെ ഉള്ളത്? പിന്നെ രാമായണം അല്ലാണ്ട് ശരിക്കുള്ള രാമായണത്തിന്റെ വേറെ ഒരു ഇതാണ്, വേർഷനാ, ഡിഫറെന്റ് ലൈഫ് സ്റ്റോറി.
Got this. നാല് ബുക്ക് കാണിച്ചു ശരിക്ക്. ഇതിലേതാ ആദ്യത്തെ? ഉണ്ടോ? അമ്മമ്മയ്ക്ക് അങ്ങനെ സന്തോഷാവട്ടെ കുട്ടി രാമായണം പഠിച്ചിട്ട്. ഹാപ്പി ഹാപ്പി. എൻ്റെ 4 ബുക്കും കാണിച്ചേ. ചെരിച്ച് പിടിക്കും ഇങ്ങോട്ട്. അങ്ങനെയല്ല, തല തിരിച്ചിട്ടല്ല, ഇങ്ങോട്ട് ഇങ്ങനെ. ആ ഓക്കെ, യെസ്, ഇങ്ങോട്ട്. ആ യെസ്, ഇതാണ്. ബർത്ത്ഡേ ആയിട്ട് സൈത്തേട്ടൻ അയച്ചു കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ ബുക്ക്. ഒരുപാട് ഇഷ്ടമാണ് ബുക്ക് വായിക്കാൻ. അത് കാരണം കൊണ്ട് തന്നെ പ്രതുവിന് ബുക്ക് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ഈ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. അത് എന്തായാലും ഞാൻ വേറൊരു ദിവസം പിന്നെ കാണിക്കാം കേട്ടോ. എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിറന്നാൾ കാഴ്ചകൾ. ഒരു കുഞ്ഞ് പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പ്രതു സന്തോഷമാണ്. പ്രതുവിന് എന്താ പറയുക, കിട്ടിയ ഗിഫ്റ്റുകളും എല്ലാ കാര്യങ്ങളും എല്ലാം പ്രതുവിന് നല്ല ഇഷ്ടമുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും പ്രതു ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാത്ത കാരണം കൊണ്ട് തന്നെ ഇതും കൂടെ കൂട്ടി ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചെറിയ രീതിയിൽ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയല്ലോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് വേഗം വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ പറയുക, സേഫായിട്ടും പുറത്തൊക്കെ പോകുമ്പോൾ ചൂടൊക്കെ അല്ലേ, എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.